നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തും ഷൊർണൂരിലും വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂരിൽ ട്രെയിനിൽ കടത്തിയ 12 കിലോയിലധികം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. ഒറ്റപ്പാലത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി 2 സംഘത്തിലെ 4 പേർ പിടിയിൽ. വനമേഖലയോട് ചേർന്നുള്ള 241 പഞ്ചായത്തുകളിലായി നടത്തിയ അദാലത്തുകളിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ സഹിഷ്ണുതയോടെ കേട്ടുവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കാൻ ഇത് സഹായിച്ചെന്നും മന്ത്രി. സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം. മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാവണം ഓരോ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതെന്നും MP. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ 4 സെന്റ് വീതം സ്ഥലം 1 മാസത്തിനകം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ്. ചിത്ര. ഇവർക്ക് നൽകാനായി നീക്കിവെച്ച സ്ഥലവും നേരത്തെ പട്ടയം നൽകിയ കൃഷിഭൂമിയും കളക്ടർ സന്ദർശിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിപുലമായ ഒരുക്കം. അടുത്ത ദിവസം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. വാർത്തകളിലേക്ക് വിശദമായി. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 12 കിലോയിലധികം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ഉച്ചയ്ക്ക് 12 മണിയോടെ ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ നിന്നുമാണ് 12 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. 2 ബാഗുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പാലക്കാട് റെയിൽവേ DYSP M. സന്തോഷ് കുമാർ, ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ PV രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പോലീസ് SHO അനിൽ മാത്യു, SCPO ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, സുരേഷ്, ധർമ്മേന്ദ്രൻ, വനിതാ CPO ശ്രീജ രാജു എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് മയക്കുമരുന്നുകൾ എത്തിക്കുന്നതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. ഒറ്റപ്പാലത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി 2 സംഘത്തിലെ 4 പേർ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ കോയക്കുട്ടി, സക്കീർ, നൌഷാദ്, മുഹമ്മദ് മഹ്ഫിൻ എന്നിവരാണ് പിടിയിലായത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പോലീസും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് 2 സംഘത്തിലെ 4 പേർ പിടിയിലായത്. ഇവരിൽ നിന്നും 11 കിലോഗ്രാം കഞ്ചാവും പിടികൂടി. 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം വഴിക്കടവ് മരുത പുത്തൻപീടിക വീട്ടിൽ 37-കാരനായ കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ 32-കാരനായ സക്കീർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. 8 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം തിരൂരങ്ങാടി മാട്ടാറ വീട്ടിൽ 49-കാരനായ നൌഷാദ്, ഞാറക്കാട് താന്നാളൂർ വലിയ പീടിയക്കൽ വീട്ടിൽ 26-കാരനായ മുഹമ്മദ് മഹ്ഫിൻ എന്നിവരെയാണ് ഒറ്റപ്പാലം എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി കണ്ട 2 പേരെ പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ 3 കിലോളം കഞ്ചാവ് കണ്ടെത്തിയത്. ഒറീസയിൽ നിന്നും വന്ന ട്രെയിനിൽ ഒറ്റപ്പാലത്തിറങ്ങി ബസ് മാർഗം പോകുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് കോയക്കുട്ടിയെയും സക്കീറിനെയും പോലീസ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A. അജീഷ്, SI M. സുനിൽ, ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇതേ സമയത്താണ് റെയിൽവേ സ്റ്റേഷന് പുറത്തുവെച്ച് 8 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2 കിലോഗ്രാം കഞ്ചാവ് 4 ബാഗുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A. നിതിൻ ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളായ നൌഷാദിനെയും മുഹമ്മദ് മഹ്ഫിനെയും പിടികൂടിയത്. വനംവകുപ്പിന്റെ നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. മനുഷ്യന്റെ പ്രശ്നം കൂടി മനസ്സിലാക്കി വനം വന്യജീവി വകുപ്പിനെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വനം വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ 15.68 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച വിവിധ ഓഫീസുകളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. വകുപ്പ് നടപ്പാക്കിയ വനസൗഹൃദ അദാലത്തുകൾ വഴി വനംവകുപ്പ് ജീവനക്കാരും ജനങ്ങളും തമ്മിൽ സൗഹൃദം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു.
വനമേഖലയോട് ചേർന്നുള്ള 241 പഞ്ചായത്തുകളിലായി നടത്തിയ അദാലത്തുകളിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ സഹിഷ്ണുതയോടെ കേട്ടു. ഇതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കാൻ സഹായിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു. ജനങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനം വകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും. റാപ്പിഡ് റെസ്പോൺസ് ടീം കെട്ടിടം, നിലമ്പൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് കെട്ടിടം, വെറ്റിനറി കോംപ്ലക്സ്, നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ കോംപ്ലക്സ്, നെടുങ്കയം മഞ്ചേരി റോഡ്, കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടം, സൗരോർജ്ജ തൂക്കുവേലി, വള്ളുവശ്ശേരി സ്റ്റാഫ് ബാരക് എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് ലഭ്യമായ പുതിയ ബൈക്കുകളും മന്ത്രി വിതരണം ചെയ്തു. PV അൻവർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി, പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K വിജയാനന്ദൻ, കോഴിക്കോട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ R കീർത്തി, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ET മുഹമ്മദ് ബഷീർ MP. ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ET മുഹമ്മദ് ബഷീർ MP. സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത പ്രവർത്തന രീതികളാണെന്നും വികസനത്തിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ബാങ്കുകൾ ഓരോ ജില്ലയ്ക്കും തനതായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാവണം ഓരോ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇത്തരം പദ്ധതിയിലെ വളരെ പ്രധാന ഘടകമാണ് ഗൈഡ് ലൈൻ. കാര്യം എന്തുകൊണ്ട് അവരെ വെക്കണം എന്ന് പറയുന്നത് സാർ, അവർക്കാണ് ഫീൽഡിലെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയാം. അവർ നമ്മുടെ ഈ പല പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വെരിഫൈ ഇല്ലെങ്കിൽ ഏത് മാനദണ്ഡം വെച്ചിട്ടാണോ NGOസിനൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾക്ക് വിശകലനം ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിലായിരിക്കും. അതുകൂടി പരിശോധിച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് എന്താവുള്ളൂ. നൈപുണ്യ വികസന മേഖലയിൽ ഒരുപാട് മുന്നേറിയ ജില്ലയാണ് മലപ്പുറം. പ്രവാസികൾ, കർഷകർ, ലഘു ഇടത്തര വ്യവസായങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരാണ് ജില്ലയുടെ സാമ്പത്തിക മേഖലയെ നിലനിർത്തുന്നത്. ജില്ലയുടെ ആവശ്യങ്ങളും കൂടി മനസ്സിലാക്കി വേണം ജില്ലയ്ക്കായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതെന്നും ET മുഹമ്മദ് ബഷീർ MP ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹ്റലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ M മുത്തുകുമാർ, നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ A മുഹമ്മദ് റിയാസ്, കനറ ബാങ്ക് AGM ശ്രീവിദ്യ, ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ MA T10 തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ 55,499 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. കഴിഞ്ഞ പാദത്തിലേതിനേക്കാൾ 151 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം 55,318.02 കോടി രൂപയായിരുന്നു. ഇതിൽ 13,541 കോടി രൂപ പ്രവാസികളുടെ നിക്ഷേപമാണ്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ 4 സെന്റ് വീതം സ്ഥലം 1 മാസത്തിനകം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. ഇവർക്ക് നൽകാനായി നീക്കിവെച്ച സ്ഥലവും നേരത്തെ പട്ടയം നൽകിയ കൃഷിഭൂമിയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗത്തിലെ 253 പേരിൽ ഭൂരഹിതരായവർക്ക് വീട് വയ്ക്കാൻ 4 സെന്റ് വീതം നൽകാനുള്ള 4 ഏക്കർ ഭൂമി തത്തേങ്ങലം വനം വകുപ്പിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം അളന്നു തിരിച്ചിട്ടുണ്ട്. പട്ടയം ലഭിച്ച് 3 വർഷമായിട്ടും ഭൂമി ലഭിക്കാതെ തത്തേങ്ങലം മുച്ചിക്കുന്ന് ആദിവാസി ഉന്നതിയിലുള്ളവർ വാടക വീട്ടിൽ കഴിയുന്ന വാർത്ത
മലബാർ സിറ്റി ന്യൂസ് പ്രസിദ്ധീകരിക്കുകയും റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തിങ്കളാഴ്ച കളക്ടർ സ്ഥലത്തെത്തിയത്. ഈ ഭൂമി 1 മാസത്തിനകം കൈമാറാനാകും. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും കൂടി പരിഗണിച്ചാവും ഭൂമി കൈമാറുക. നേരത്തെ 1 ഏക്കർ കൃഷിഭൂമി വീതം 253 പേർക്ക് സൈലന്റ് വാലിയുടെ ബഫർ സോണിൽ അനുവദിച്ചുകൊണ്ട് പട്ടയം നൽകിയിരുന്നു. എന്നാൽ ചെങ്കുത്തായ പ്രദേശങ്ങളും പാറയും വന്യമൃഗശല്യവും ഉള്ള സ്ഥലമായതിനാൽ ആരും സ്ഥലം ഏറ്റെടുത്തില്ല. ഇവിടെ വീട് വെച്ച് താമസിക്കാൻ കഴിയില്ല. ഈ സാഹചര്യം പരിഗണിച്ചാണ് വാസയോഗ്യമായ ഭാഗത്ത് 4 സെന്റ് വീതം ഭൂമി നൽകുന്നതെന്ന് കളക്ടർ പറഞ്ഞു. നേരത്തെ നൽകിയ 1 ഏക്കർ വീതം കൃഷിഭൂമിയിൽ ആദിവാസികൾ ചേർന്ന് സൊസൈറ്റി രൂപീകരിച്ച് കൂട്ടുകൃഷി നടത്താനാവുമോ എന്ന നിർദ്ദേശം മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം പ്രായോഗികമാണോ എന്നും ഇവിടെ എന്ത് കൃഷിയാണ് നടത്താൻ കഴിയുക എന്നും മണ്ണ് സംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും അടുത്ത ദിവസം പരിശോധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. 4 സെന്റ് വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ 4 സെന്റ് പോരെന്ന് പറഞ്ഞ് പരാതി ലഭിച്ചിട്ടുണ്ട്. പുതിയ അപേക്ഷകളും ലഭിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ആദ്യ പരിഗണന വീട് വയ്ക്കാൻ 4 സെന്റ് നൽകുന്നതിനാണെന്നും കളക്ടർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപ് 1 ഏക്കർ വീതം കൃഷിസ്ഥലം കൊടുത്ത സ്ഥലമാണ് തത്തയങ്ങൽ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അവിടുത്തെ ടെറൈൻ കൊണ്ടും വന്യമൃഗശല്യം കൊണ്ടും ഒക്കെ അവർക്ക് അവിടെ വന്ന് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല സ്ലോപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് വീട് വെച്ച് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിരപ്പുള്ള സ്ഥലത്ത് താമസിക്കാനായിട്ട് 4 ഏക്കർ പ്ലോട്ട് നമ്മളിപ്പോൾ അളന്ന് തിരിച്ച് 4 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണാർക്കാടും ചിറ്റൂരും പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളവർക്കാണ് അതിന് താമസിക്കാനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിരവധി പേര് ഇപ്പോൾ പരാതികളായിട്ട് പറയുന്നുണ്ട്, പുതിയ അപേക്ഷകൾ വരുന്നുണ്ട്, 4 സെൻറ്റിൽ കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട്, അവകാശികൾ മാറിയവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പരാതികൾ കേട്ടിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടുക്കാവുന്നവർക്ക്, ലൈഫ് മിഷനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുകയാണ്. കൃഷിസ്ഥലം നഷ്ടപ്പെടില്ല, കൃഷിസ്ഥലം അങ്ങനെ തന്നെ കിടക്കും. അതിനടുത്ത് ഈ 4 സെൻറ്റ് പ്ലോട്ടിൽ അവർക്ക് വീട് വെച്ച് താമസിക്കാനുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക, പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു എല്ലാ ഡെപ്യൂട്ടി കളക്ടറുണ്ട്, നമ്മുടെ തഹസിൽദാരും വില്ലേജ് ഓഫീസർമാരെല്ലാവരും ഉണ്ട്, പിന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, കൃഷി ഓഫീസറുണ്ട്, തെങ്കര പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടി സാന്നിധ്യത്തിൽ ഇതിൽ നമുക്ക് 1 മാസത്തിനകം തന്നെ ഈ പെട്ടെന്ന് തീരുമാനമാക്കാവുന്ന കേസുകളിൽ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും താമസിക്കാനായിട്ട്. തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്ത്, പഞ്ചായത്ത് അംഗം നെജുമുനിസ, ഡെപ്യൂട്ടി കളക്ടർ ഡി അമൃതവല്ലി, ഭൂരേഖ തഹസിൽദാർ എസ് ശ്രീജിത്ത്, ജില്ലാ ട്രൈബൽ ഓഫീസർ എം ഷമീന, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി, വനം റേഞ്ച് ഓഫീസർ എൻ സുബൈർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി എം അസ്മാബി, വി ജെ ബീന, വില്ലേജ് ഓഫീസർ പി എസ് രാജേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പുരുഷോത്തമൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിപുലമായ ഒരുക്കം. അടുത്ത ദിവസം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. പൊതുയിടങ്ങൾ ശുചീകരിക്കും. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പരിസരം, ലിബർട്ടി പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടപ്പാക്കും. കൂടാതെ മാരത്തോൺ, ചിത്രരചന, മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയിൽ വിവിധ പ്രവർത്തനങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ എല്ലാ രംഗത്തു നിന്നുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സംഘടന, അതുപോലെ ക്ലബ്ബുകൾ, NSSൻ്റെ കുട്ടികൾ, NSSൻ്റെ ചാർജ് വഹിക്കുന്നവരെ എല്ലാവരെയും വിളിച്ച്, കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരും വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു വിപുലമായ മീറ്റിംഗ് ഇന്ന് നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ആഴ്ചയിൽ ഒക്ടോബർ 2 വരേക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ശുചീകരണ പ്രവർത്തനങ്ങൾ, അത് ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് കോളേജ് പരിസരം മുതൽ കുമ്പങ്കല്ല് വരെ, രണ്ടാമത് ലിബർട്ടി കമാനത്തിൽ, ആ 2 സ്ഥലങ്ങളിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, അത് എല്ലാ ആളുകളുടെയും കൂട്ടമായ സഹകരണത്തോടു കൂടി NSSൻ്റെ കുട്ടികളെ എല്ലാവരും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗമാണ് ചേർന്നത്. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ മേഖലകളിൽ നിന്നുമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു.
പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ശുചിത്വ അവബോധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഇത്തരം പദ്ധതികളുടെ ജനങ്ങളെ മൊത്തം ഭാഗവാക്കാക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നഗരസഭ ഈ യോഗം വിളിച്ചു ചേർത്ത് പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. കാലത്ത് 10 മണി മുതൽ മാരത്തോൺ, അതുപോലെ തന്നെ സൈക്കിളത്തോൺ 29-ാം തീയതി തന്നെയാണ്. മനുഷ്യച്ചങ്ങല 27-ാം തീയതി പട്ടാമ്പിയിലെ സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ വ്യാപാരി സംഘടനകൾ, എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും ഒക്ടോബർ 1-ാം തീയതി എല്ലാ സർക്കാർ ഓഫീസുകളോടും അതാത് ഓഫീസുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒരു സെൽഫി പോയിന്റ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ പ്രൊമോഷൻ പട്ടാമ്പി നഗരസഭ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രൊമോഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ നിരവധിയായ പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തെങ്കര പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ MCF ഉദ്ഘാടനവും ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിക്കലും കളക്ടർ ഡോക്ടർ S. ചിത്ര നിർവഹിച്ചു. നാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന്റെ നെടുന്തൂൺ ഹരിതകർമ്മസേനാംഗങ്ങളാണെന്ന് കളക്ടർ പറഞ്ഞു. പുഞ്ചക്കോട് സെന്ററിലാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അജൈവ മാലിന്യങ്ങൾ സംസ്കരണ പ്ലാന്റിലേക്ക് അയക്കുന്നതിന് മുൻപ് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ തരംതിരിക്കുന്നത് ഇവിടെ നിന്നാണ്. കോർപ്പറേറ്റ് ഓഫീസുകളോട് കിടപിടിക്കുന്ന തരത്തിൽ വൃത്തിയായി നിർമ്മിച്ച MCF എന്നും നിലനിർത്തണമെന്നും കളക്ടർ പറഞ്ഞു. പൊതുവെ കാണാൻ വളരെ സുന്ദരമായിട്ടുള്ള ഒരു നാടാണ്. പക്ഷേ ഓരോ വീട്ടിലെയും വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് തരംതിരിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തുകൾ കഴിഞ്ഞ വർഷം മുതൽ പദ്ധതികൾ വെച്ചും വലിയ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചും കച്ചവട സ്ഥാപനങ്ങളെയും വ്യാപാരികളെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി നടത്തുന്ന ഒരു കാര്യമാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശുചിത്വ മാലാഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാനികൾ തന്നെയാണ്. അവർ ഏത് ചടങ്ങിന് പോകുമ്പോഴും ഒരു സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരും ഒരേ വേഷം ധരിച്ച് നല്ല ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നത് കാണാൻ പലപ്പോഴും രാവിലെ നമ്മുടെ റോഡുകളിൽ വളരെ അഭിമാനത്തോടു കൂടി ജോലി ചെയ്യുന്നവരെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. പ്രീത ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. ഹരിതകർമ്മസേന ഓഫീസ് വൈസ് പ്രസിഡന്റ് ടിൻഡു സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽകളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP ജഹീഫ്, ഉനൈസ് നെച്ചിയോടൻ, സെക്രട്ടറി ഇൻചാർജ് P. ഗീത, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ഓൾ കേരള സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷയിലെ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൊട്ടൻഷ്യ 2024 ഏകദിന ക്യാമ്പിലാണ് ടാലന്റ് പരീക്ഷാ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. IAS അക്കാദമി ഹാളിൽ നടന്ന ക്യാമ്പ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മെയ് 11 കേരളത്തിലെ വിവിധ ജില്ലകളിലായി 60 കേന്ദ്രങ്ങളിലായാണ് പെരിന്തൽമണ്ണയിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ നടത്തിയത്. പരീക്ഷയിൽ 6000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി V. ആര്യനന്ദയാണ് 1-ാം സ്ഥാനം നേടിയത്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി P. മുഹമ്മദ് അനസ് 2-ാം സ്ഥാനവും, കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി RJ അഭിനവ് 3-ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പത്തനംതിട്ട ചൂരക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൂര്യകിരണാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ GMHSS വിദ്യാർത്ഥി ശ്രീനാഥ് സുധീഷിനായിരുന്നു 2-ാം സ്ഥാനം. പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഫഹ്മിദ ഫാറൂഖിനാണ് 3-ാം സ്ഥാനം. ബിരുദതലത്തിൽ നടന്ന പരീക്ഷയിൽ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് വിദ്യാർത്ഥി ക്രിസ്റ്റി ജിൽസിനായിരുന്നു 1-ാം സ്ഥാനം.
സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥി ജസീം 2ാം സ്ഥാനവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി വിജി വൈഷ്ണവി 3ാം സ്ഥാനവും നേടിയിരുന്നു. 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് iPhone 15ഉം 2ാം സ്ഥാനക്കാർക്ക് iPadഉം 3ാം സ്ഥാനക്കാർക്ക് iWatchഉം സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൊട്ടൻഷ്യ 2024 ഏകദിന ക്യാമ്പിലാണ് ടാലന്റ് പരീക്ഷാ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. IAS അക്കാദമി ഹാളിൽ നടന്ന ക്യാമ്പ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലഹരി നുരയുന്ന യുവത്വം സുരക്ഷിത സൈബറിടം എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തി ഫിലിപ്പ് മമ്പാട് ക്ലാസ് എടുത്തു. നൂതന സാങ്കേതിക വിദ്യകളും ആധുനിക വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഉമ്മർ അബ്ദുസലാമും മികവുറ്റ ആശയവിനിമയ രീതി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദും ക്ലാസ് നയിച്ചു. അക്കാദമി CEO റോഷിൻ അധ്യക്ഷത വഹിച്ചു. മുദ്ര ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലതിക സതീഷ്, മുഹമ്മദ് അലി വണ്ടൂർ, NM ഫസൽ വാരീസ്, ഗായത്രി മേനോൻ, ശ്രുതി നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിദ്വാൻ K. ഇസ്ഹാഖ് സാഹിബിനെ കുറിച്ച് KT ജലീൽ MLA എഴുതിയ പുസ്തകം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അലനല്ലൂരിൽ പ്രകാശനം ചെയ്തു. മതവും വിശ്വാസവും പക്ഷപാതപരമായി വ്യാഖ്യാനിക്കുകയും അത് ഓരോ ജനവിഭാഗങ്ങളുടേത് മാത്രമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ KT ജലീൽ MLA പറഞ്ഞു. ഇതിനൊക്കെ പുതിയ കാലത്ത് ഏറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം മതവും വിശ്വാസവും വളരെയധികം പക്ഷപാതപരമായി വ്യാഖ്യാനിക്കുകയും അത് ഓരോരോ ജനവിഭാഗങ്ങളുടേത് മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം ഒന്നേ ഉള്ളൂ എങ്കിൽ, പ്രപഞ്ചം ഒന്നേ ഉള്ളൂ എങ്കിൽ, ഇന്ത്യ ഒന്നേ ഉള്ളൂ എങ്കിൽ ശ്രീ ശങ്കരാചാര്യർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്വൈതവാദത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. ഈ കാലത്തിനു പരിചയപ്പെടുത്തേണ്ട വ്യക്തിയാണ് K. ഇസ്ഹാഖ് സാഹിബെന്നും KT ജലീൽ പറഞ്ഞു. വിദ്വാൻ ഇസ്ഹാഖ് സാഹിബ് കേരളത്തിന്റെ ദാരാ ഷുക്കോ എന്ന പേരിൽ അറിയപ്പെടേണ്ട വ്യക്തിയാണ്. അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങളിൽ, തന്റെ രചനകളിൽ പലതിലും മതങ്ങളുടെ ഈ വിശ്വദർശനത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ഹാഖ് സാഹിബ് ഈ കാലത്തിന് പരിചയപ്പെടുത്തപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിയത്. വിദ്വാൻ ഇസ്ഹാഖ് സാഹിബ് കേരളത്തിന്റെ ദാരാ ഷുക്കോ എന്ന പേരിലാണ് KT ജലീൽ MLA K. ഇസ്ഹാഖ് സാഹിബിനെ കുറിച്ച് പുസ്തകം രചിച്ചത്. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി PM ദാമോദരൻ നമ്പൂതിരിക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷനായി. പ്രൊഫസർ V. കാർത്തികേയൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി. KA സുദർശനകുമാർ, റഷീദ് ആലായൻ, അസീസ് ഭീമനാട്, PN മോഹനൻ, ഫിറോസ് കീടത്ത്, K. ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ലോറി ഇടിച്ച് മരിച്ചു. പാലക്കാട് കർക്കിടാങ്കുന്ന് കാളമ്പാറ ചെമ്പൻ വീട്ടിൽ അബ്ബാസാണ് മരണപ്പെട്ടത്. പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അബ്ബാസ്. ഞായറാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അബ്ബാസിനെ ലോറി ഇടിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷൻ അടുത്തുള്ള ആയിഷ കോംപ്ലക്സിന് മുമ്പിലാണ് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ മാസം 25-ന് വാണിയംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 5 മണി വരെ വാണിയംകുളം സഹ്യ റീജൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI പട്ടാമ്പിയും JCI കൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി 3 ഓർഗനൈസേഷനുകൾ കൂടെ സംയുക്തമായിട്ട് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കച്ചവടക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം ബിസ്ഗ്രോ 2024 എന്ന പേരിട്ടിട്ട് പ്രോഗ്രാം നടത്തുകയാണ്. 25-ാം തീയതി രാവിലെ 9 മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വാണിയംകുളത്തുള്ള 3 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള സഹ്യ റീജൻസിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്.
ലോകപ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത്. അതിനുശേഷമുള്ള സെഷനിൽ KVVSൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ബാബു കോട്ടയിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് ടൈക്കൂണുകളായിട്ടുള്ള ഡോക്ടർ പി കൃഷ്ണദാസ്, അതുപോലെ തന്നെ മൗസി ഗ്രൂപ്പിൻ്റെ MD അസർ മൗസി, നെല്ലറ ശംസുദ്ദീൻ തുടങ്ങി നിരവധി ആളുകളുടെ ഒരു ഇൻട്രാക്ഷൻ സെഷൻ കൂടെ നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. കച്ചവടക്കാരുടെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അസ്ഹർ മൗസി, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലും ക്ലാസ് എടുക്കും. ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ക്ലാസ്. ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ നമുക്കൊക്കെ അറിയാം, വലിയ സംരംഭങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കച്ചവടക്കാരൊക്കെ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഉദ്ഘാടനം ഗംഭീരമായി നടക്കും, തിരിച്ചു പോകുന്നത് ആരും അറിയില്ല. ഈ സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നതിനും അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ, അതിൻ്റെ സാഹചര്യങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് P അബ്ദുൾ റഫീഖ്, JCI കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ്, കോർഡിനേറ്റർമാരായ അൻസാർ, VT മുസ്തഫ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ചെർപ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. ഏരിയ സെക്രട്ടറി VP ഷമീജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ യൂണിറ്റിന്റെ കീഴിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഞായറാഴ്ച ചെറുപ്പശ്ശേരി ശബരി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KCEU ഏരിയ സെക്രട്ടറി VP ഷമീജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാ യൂണിറ്റ് രൂപീകരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഒട്ടനവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനോടൊപ്പം ചേർത്ത് പിടിക്കുന്നതാണ് എല്ലാ ആഘോഷവേളകളിലും നമ്മൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, നമുക്കിടയിലുള്ള നമ്മുടെ സഹജീവനക്കാരായിട്ടുള്ള ഉണ്ണിയേട്ടൻ്റെ മരണം മൂലം കഴിഞ്ഞ വർഷം നമ്മൾ ഓണാഘോഷ പരിപാടി നടത്തുകയുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ നമ്മുടെ സംസ്ഥാനത്ത് വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നൂറുകണക്കിന് ഇരുന്നൂറിലധികം വരുന്ന നമ്മുടെ സഹോദരന്മാർ, കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെ ലളിതമായിക്കൊണ്ട് ഓണാഘോഷ പരിപാടികൾ ഔദ്യോഗികമായി നടത്തണമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച നിർദ്ദേശമെങ്കിലും നമ്മുടെ നാട്ടിലെ എല്ലാ സംഘടനകളും, ക്ലബ്ബുകളും, വിവിധ എല്ലാ നാടൊന്നാകെ വളരെ ലളിതമായിട്ടെങ്കിലും ഓണത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അത് ആഘോഷിക്കുകയും നടത്തി വരികയാണ്. തുടർന്ന് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. KCEU യൂണിറ്റ് പ്രസിഡന്റ് വനജ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VK സജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ബബിത, KPC ഗോവിന്ദൻ, ഷൈജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വീണ്ടും ഇടവേള.
വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകര പാലോട് അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ശിവപ്രസാദിനുള്ള സ്വീകരണവും വിദ്യാഭ്യാസ സദസ്സും സംഘടിപ്പിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴഞ്ചേരി ALP സ്കൂൾ പരിസരത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തി പഴഞ്ചേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് കെ ശിവപ്രസാദിനെ ആനയിച്ചു. തുടർന്ന് നടന്ന യോഗം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. അവർക്കൊക്കെ ഏത് മേഖലയിലും തന്റെ കഴിവുകൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ആ മേഖലകളിൽ കൂടി സ്പർശിക്കാൻ കഴിയുന്നവരാണ് ഒരു മികച്ച അധ്യാപകൻ എന്നതിന്റെ ഒന്നാം തരം വെളിപാട്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള ശിവപ്രസാദ് മാഷിനുള്ളത് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി കഴിയും. കുണ്ടൂർകുന്ന് VPA UP സ്കൂൾ മാനേജർ TM അനുജൻ പൊന്നാട അണിയിച്ചു ഉപഹാരം നൽകി കെ ശിവപ്രസാദിനെ ആദരിച്ചു. TS രാമചന്ദ്രൻ അധ്യക്ഷനായി. SCERT മുൻ റിസർച്ച് ഓഫീസർ MP നാരായണനുണ്ണി മുഖ്യപ്രഭാഷണവും പുതുതായി രൂപം നൽകിയ പാലോട് അധ്യാപക കൂട്ടായ്മയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മുൻ ദേശീയ അവാർഡ് ജേതാവ് മനോജ് കോട്ടയ്ക്കൽ, പാലക്കാട് ഗവൺമെന്റ് മോയൻസ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ സനോജ്, SV രാമനുണ്ണി, K വീരാപ്പു, E ഗോപാലകൃഷ്ണൻ, KV രാധ, VS ഗിരീഷ്, AC സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ശേഷം കെ ശിവപ്രസാദ് മറുപടി പ്രസംഗവും നടത്തി. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിലെ 1984-85 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമം നടന്നു. ബാച്ചിലെ അംഗവും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണുമായ K ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിലെ 1984-85 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമമാണ് ഓർമ്മക്കൂട്ട് എന്ന പേരിൽ നടന്നത്. കൊങ്ങപ്പാറ വ്യൂ പോയിന്റിൽ നടന്ന പരിപാടി ബാച്ചിലെ അംഗവും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണുമായ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. അച്ഛന്മാരും മുത്തശ്ശിമാരും പിന്നെ അച്ഛനമാരും അമ്മമാരൊക്കെ ആയ ആളുകളാണ്. എന്തായാലും ആ ഒരു ഏജിലും നമുക്ക് കുട്ടികളായിട്ട് തന്നെ കൂടി ഇരിക്കാനും വിളിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തരും വിളിക്കുമ്പോൾ കുട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആ 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ അന്ന് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആ ഒരു ഓർമ്മ പുതുക്കുക. അപ്പോൾ അന്നത്തെ മുഖം നമ്മളിന്ന് ഓർത്തെടുക്കുകയാണ്. നമുക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഇതിനെ കണ്ടത്. അന്ന് വരാൻ പറ്റാത്തതിൻ്റെ ഖേദവും എനിക്കിന്ന് തീർന്നിട്ടുണ്ട്. ഞാൻ പലയിടങ്ങളിൽ വെച്ച് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തെടുക്കുക, ആളാരായിരുന്നു അല്ലെങ്കിൽ അവരാണ്. ഈ ചിലപ്പോൾ 10ാം ക്ലാസ്സിലെ ഫോട്ടോ വീട്ടിലൊക്കെ വരുമ്പോൾ നോക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വരാത്തതുകൊണ്ട് ചിലപ്പോൾ നോക്കാൻ പറ്റാറില്ല. എന്നാലും അങ്ങനെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. K ഉണ്ണിമാധവൻ, P ശ്രീലത, MS ശിവരാമൻ, P ശശികുമാർ, KR ഗീത എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ കടമ്പൂർ SNDP യോഗം ശാഖയിൽ പ്രവർത്തിക്കുന്ന ഗുരുകൃപ പുരുഷ സ്വയം സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പൂർ പള്ളിപ്പടി റോഡ് ശുചീകരണം നടത്തി. ശാഖാ സെക്രട്ടറി മോഹനകുമാരി ഉദ്ഘാടനം ചെയ്തു. സംഘാംഗം മേലേതിൽ ശ്രീനിവാസൻ നേതൃത്വം നൽകി. ചെർപ്പളശ്ശേരി സബ് ജില്ലാ കരാട്ടെ മത്സരം ശ്രീകൃഷ്ണപുരം യൂണിവേഴ്സൽ ഡ്രാഗൺ കരാട്ടെ അക്കാദമിയിൽ വെച്ച് നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നായി 18 കാറ്റഗറികളിൽ 40 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ജിമ്മി ജോർജ്, ജില്ലാ കരാട്ടെ അസോസിയേഷൻ ട്രഷറർ സുബൈർ CK, രമേശ് P, വിനോദ് കൃഷ്ണൻ, അനന്തു മനോഹർ, നിമ്യ ജോർജ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ജില്ലാ കരാട്ടെ മത്സരം ഈ മാസം 27-ാം തീയതി മണ്ണാർക്കാട് വാസവി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഇനി വാണിജ്യ വാർത്തകൾ. ഒറ്റപ്പാലം
ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ ഓണത്തിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ 1 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൾ ലത്തീഫ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം കനിഹയിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് നടന്നത്. ബമ്പർ പ്രൈസായി 50,000 രൂപ ക്യാഷ് പ്രൈസ് ഒരാൾക്കും 5 പേർക്ക് 10,000 രൂപ വീതവുമാണ് സമ്മാനമായി നൽകുന്നത്. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കൂപ്പണിലൂടെയായിരുന്നു സമ്മാനം നേടാനുള്ള അവസരം. വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൾ ലത്തീഫ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണം 2024 കനിക മുന്നോട്ട് വെച്ചിട്ടുള്ള 1 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയുടെ ഔപചാരികമായിട്ടുള്ള നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അതും തീർച്ചയായിട്ടും ലൈവായിട്ടാണ്. എടുത്തുകൊണ്ടൊരു പബ്ലിസിറ്റി അല്ല കനിക ഉദ്ദേശിച്ചിട്ടുള്ളത്. ലൈവായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ആദ്യത്തെ ഒരു ബമ്പർ പ്രൈസ് 50,000 രൂപയുടെ ആളെ ആണ് ആദ്യം അവർ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ 10,000 രൂപ വെച്ചിട്ട് 5 പേർക്കുള്ള സമ്മാന പദ്ധതി കൂടി. അങ്ങനെ 1 ലക്ഷം രൂപയുടെ മെഗാ നറുക്കെടുപ്പാണ് ഇന്ന് അവരുടെ ഓണം സംബന്ധിച്ച് അവസാന ദിവസമായിട്ടുള്ള ഇന്ന് നറുക്കെടുക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായിട്ടുള്ള മുജീബ്, അതുപോലെ ഏരിയ ലീഡറായിട്ടുള്ള അലിയാസ് അലിക്ക, യൂത്ത് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറി സുൽഫി അടങ്ങുന്ന ആളുകളാണ് ഇന്ന് ഈ പരിപാടിയിൽ വ്യാപാരി വ്യവസായമായിട്ട് സംബന്ധിച്ച് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് എന്നും ഒരു ഓണമാവട്ടെ, റംസാനാവട്ടെ, പെരുന്നാളാവട്ടെ, എന്ത് തന്നെ ആണെങ്കിലും കനിഹനെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കൾക്ക് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഓരോ ഫെസ്റ്റിവലും ആഘോഷിക്കാറ്. തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ഇത്തരം പദ്ധതികൾ ഇതിലും വലിയ രീതിയിൽ ഇനി കനിഹയ്ക്ക് എല്ലാ നമ്മളുടെ ഫെസ്റ്റിവലുകൾ വരുമ്പോഴും നടത്താൻ കഴിയട്ടെ എന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും അവർക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നൽകുകയാണ്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി റിസ്വാനാണ് ബമ്പർ സമ്മാനമായ 50,000 രൂപ ക്യാഷ് പ്രൈസ് ലഭിച്ചത്. കോതകുർശി സ്വദേശി അപ്പു, കൂനത്തറ സ്വദേശിനി വർഷ, കൈലാട് സ്വദേശിനി ഐറിൻ, പനമണ്ണ സ്വദേശിനി ഇന്ദിര, മാന്നന്നൂർ സ്വദേശി സന്ദീപ് എന്നിവർ 10,000 രൂപ വീതം ക്യാഷ് പ്രൈസ് വിജയികളാവുകയും ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ പി രാധാകൃഷ്ണൻ, എം വി മുജീബ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സുൽഫിക്കർ, ഏരിയ ലീഡർ അലിയാസ് അലി, വ്യാപാരി സുഹൃത്ത് ഇക്ബാൽ എന്നിവർ ചേർന്നാണ് വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. വിജയികൾക്കായുള്ള സമ്മാനങ്ങളും അടുത്ത ദിവസങ്ങളിലായി കനിഹയിൽ വെച്ച് വിതരണം ചെയ്യും. പാർട്ട്ണർ മുസ്തഫ, മറ്റ് സ്റ്റാഫുകളും വ്യാപാര സുഹൃത്തുക്കളും നറുക്കെടുപ്പ് ചടങ്ങിൽ സന്നിഹിതരായി. കനിഹ വെഡ്ഡിംഗ് സെന്ററുമായി സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മാനേജർ കെ മാങ്കുർശി പറഞ്ഞു. ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ഉപഭോക്താക്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. കനിഹയോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ഈ വിലപ്പെട്ട സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന വ്യാപാര വ്യവസായം എല്ലാവരും വ്യാപാര സുഹൃത്തുക്കളായി ഇക്ബാൽ സാറ്, ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം ഈ സമയത്ത് നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്തും ഷൊർണൂരിലും വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂരിൽ ട്രെയിനിൽ കടത്തിയ 12 കിലോയിലധികം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. ഒറ്റപ്പാലത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി 2 സംഘത്തിലെ 4 പേർ പിടിയിൽ. വനമേഖലയോട് ചേർന്നുള്ള 241 പഞ്ചായത്തുകളിലായി നടത്തിയ അദാലത്തുകളിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ സഹിഷ്ണുതയോടെ കേട്ടുവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കാൻ ഇത് സഹായിച്ചെന്നും മന്ത്രി. സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ വികസനം
മലപ്പുറം ജില്ലയ്ക്ക് തനതായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാവണം ഓരോ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതെന്നും MP. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ 4 സെന്റ് വീതം സ്ഥലം 1 മാസത്തിനകം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര. ഇവർക്ക് നൽകാനായി നീക്കിവെച്ച സ്ഥലവും നേരത്തെ പട്ടയം നൽകിയ കൃഷിഭൂമിയും കളക്ടർ സന്ദർശിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിപുലമായ ഒരുക്കം. അടുത്ത ദിവസം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.